ആരോഗ്യം എന്ന് പറയുന്നത് നമുക്ക് സ്വസ്ഥമായിട്ട്, പ്രത്യേകിച്ച് ഒരു ഏജൊക്കെ 60 വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ ആരോഗ്യം എന്ന് പറയുന്നത് സ്വസ്ഥമായിട്ട് സന്തോഷമായിട്ട് ഒരു ടെൻഷനും ഇല്ലാതെ ജോലി ചെയ്യാനും എന്തെങ്കിലും ജോലി ചെയ്യണം. അങ്ങനെ ജോലി ചെയ്യാനുള്ള ഒരു ഉന്മേഷവും അത് റീറ്റെയിൻ ചെയ്യാനുള്ള നിലനിർത്താനുള്ള ഒരു ശേഷിയൊക്കെയാണ് ഈ ആരോഗ്യം. അപ്പോൾ അതുകൊണ്ട് ഇത് എല്ലാവർക്കും, ഏത് ഏജിലുള്ളവർക്കും, ഏത് സ്ത്രീ പുരുഷ ഭേദമന്യേ ഏത് വിഭാഗത്തിനും ചെയ്യാവുന്നതാണ്. ഒന്ന്, ഓൺലൈൻ ക്ലാസ് ഉണ്ട്, ഓഫ്ലൈൻ ക്ലാസ് ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഏജ് ഗ്രൂപ്പിലുള്ളവരോട് പ്രത്യേകിച്ചും, പിന്നെ അതല്ലാത്ത യുവാക്കളോട് വിശേഷിച്ചും പറയുന്നത്, ഇങ്ങനെയുള്ള യോഗ പരിശീലന കേന്ദ്രങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ സേവനം ഉപയോഗപ്പെടുത്തണം എന്നാണ്. അതായത് ആണ് ഉദാഹരണമാണ് ഈ നന്ദവേദ. അപ്പോൾ അതിൻ്റെ അധ്യാപകനായുള്ള പരിശീലനായ പ്രവീൺ, അയാൾ വളരെ ഹെൽപ്ഫുള്ളാണ്. അയാൾ ഒട്ടും ഒരു ആധിപത്യത്തോടുകൂടി ഇന്നത് ചെയ്യണം എന്ന് പറയുന്നതിൽ. അപ്പോൾ യോഗാഭ്യാസം എന്ന് കേൾക്കുമ്പോൾ വലിയ അഭ്യാസം പറയാം, വളഞ്ഞു കുത്തി ആകെ ശരീരത്തിനെ ഇങ്ങനെ സർക്കസിൽ പോലെയൊക്കെ ആക്കുക എന്നാണ് പലരുടെയും ധാരണ. എനിക്കും അങ്ങനെയൊക്കെയാണ് ധാരണ ഉണ്ട്. ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്നതായിരുന്നു. അങ്ങനെയല്ല, വളരെ ലഘുവായിട്ടുള്ള, വളരെ ഉന്മേഷകരമായിട്ടുള്ള, ആനന്ദകരമായിട്ടുള്ള ഒരു സംഗതിയാണ് ഇതാ അപ്പം എനിക്ക് ചെറിയതായിട്ട് ഈ ശ്രീയുടെ ഒരു ചെറിയ കോഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്, 24 മനോരമയിലാവുമ്പോൾ ഞങ്ങളെല്ലാവരും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ചെറിയൊരു അനുഭവം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു തുടക്കക്കാരൻ തന്നെയാണ്. അപ്പോൾ ആ തുടക്കക്കാരനെ ഇപ്പോൾ ഈ 1.5 മാസം കഴിയുമ്പോഴേക്കും അതിൻ്റെ ഫലം കാണിച്ചു തരാൻ ഈ നന്ദവേദിയിലത്തെ ഈ പരിശീലനത്തിന് സാധിച്ചു എന്നുള്ളത് വലിയ ചെറിയ കാര്യമല്ല. എനിക്ക് എത്രയോ ദിവസത്തെ ഈ നടപ്പ്, ഓട്ടം, ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും കിട്ടാത്ത മട്ടിലുള്ള ഒരു ഉന്മേഷം ഈ ചെറിയ 1.5 മാസത്തെ പരിശീലനം കൊണ്ട് കിട്ടി. ഇപ്പോൾ ഒരു പട്ടാള ഓഫീസറുണ്ട്, അദ്ദേഹം 60 വയസ്സ് കഴിഞ്ഞു. അദ്ദേഹം ഈ രാവിലത്തെ തലേസത്തെ വളരെ സ്ട്രെനുവസ് ആയിട്ടുള്ള ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ഈ രാവിലെ ഇതിന് വരുന്നു. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിനും വളരെ നല്ല അനുഭവമാണ്. അപ്പോൾ ഇതിൽ വരുന്ന ആളുകളൊക്കെ ഇതാണ് പറയുന്നത്, നല്ല അനുഭവമാണ്, നല്ല യോഗയ്ക്കുള്ള ഒരു പുനരുജ്ജീവന ശേഷി ഉണ്ടല്ലോ, അത് വളരെ വലുതാണ്. അപ്പോൾ ഇത് കഴിയുന്നത്ര ആളുകളോട് പറയുക എന്നുള്ളതാണ് എൻ്റെ ഒരു ധർമ്മമായിട്ട് ഞാൻ കരുതിയത്. അതുകൊണ്ട് അങ്ങനൊരു ധർമ്മം പൂർത്തീകരിക്കലാണ്, ഇതൊരു പരസ്യമല്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വിശ്വാസ്യത ഇതാണ് എനിക്ക് ഈ സംഗതിയെപ്പറ്റി പറയാനുള്ളത്.